ധനുരാശിക്ക് എന്ന് പറയുകയാണെങ്കിൽ തന്നെ ഈ ഒരു രാശിക്ക് ഇവിടെ ലഗ്നാധിപതിയും 4-ാം ഭാവത്തിൻ്റെ അധിപതിയും അതേപോലെ തന്നെ ധനുക്കൂറുകാർക്ക് അഷ്ടമത്തിലേക്ക് ഉച്ചം കൊടുക്കുന്ന ഒരു ഗ്രഹം കൂടിയാണ്. ആ ഗ്രഹം 6-ാം ഭാവത്തിൽ നിൽക്കുക എന്ന് പറഞ്ഞാൽ പൊതുവെ കുറച്ച് മോശമായിരിക്കും. നിങ്ങളുടെ ആരോഗ്യത്തെക്കുറിച്ചും നിങ്ങൾ വളരെ ജാഗ്രത പുലർത്തേണ്ടതായ ഒന്നാണ്. ഔഷധ സേവകളൊന്നും അത്ര വിധത്തിൽ ഫലം കണ്ടെത്തിക്കൊള്ളണം എന്നില്ല. തെറ്റായ നിങ്ങളുടെ അസുഖങ്ങളോ അല്ലെങ്കിൽ നിങ്ങളുടെ തെറ്റായ തീരുമാനങ്ങൾ എടുക്കുക, അതൊക്കെ വളരെ ദോഷം ചെയ്യും. 6-ാമത്തെ ഭാവത്തിൽ വ്യാഴം സഞ്ചരിക്കുമ്പോൾ ആ സമയത്ത് നിങ്ങൾക്ക് അവിടെ ഉണ്ടാകുന്ന ചില പ്രയാസങ്ങളും കലഹങ്ങളും അതേപോലെ തന്നെ ശത്രുക്കളുടെ ഉപദ്രവങ്ങളൊക്കെ ഉണ്ടാകും എന്നുള്ളതാണ് പറയുക. ഇപ്പോൾ ഇവിടെ നമുക്ക് പൊതുവെ പറയുകയാണെങ്കിൽ തന്നെ നിങ്ങളുടെ കരൾ സംബന്ധമായ പ്രശ്നങ്ങളെല്ലാം വരാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. ഈ വ്യാഴത്തിൻ്റെ സംക്രമണം നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതിയിൽ ഏറ്റക്കുറച്ചുകൾ ഉണ്ടാക്കുവാനുള്ള സാധ്യതകൾ കാണുന്നു. ചെലവുകളിൽ വർധനവുണ്ടാകും. തൊഴിൽ മേഖലയിൽ കഠിനാധ്വാനം ചെയ്യേണ്ടതായിട്ട് വരും. അപവാദങ്ങൾ കേൾക്കേണ്ടതായിട്ട് വരും. മേലധികാരികളിൽ നിന്നും ശിക്ഷകളോ അല്ലെങ്കിൽ അവരുടേതായ ദേഷ്യം നിങ്ങളെടുത്ത് കാണിക്കുവാനുള്ള സാധ്യതകൾ കൂടുതലായിട്ട് കാണുന്നു. അതേപോലെ തന്നെ നമുക്ക് പറയുകയാണെങ്കിൽ കരിയറിൽ നല്ല മാറ്റങ്ങൾ കാണുന്നുണ്ട്. വിദേശ യാത്രയ്ക്ക് മറ്റോ ദൂരദേശ യാത്രകൾക്കോ യാത്ര ചെയ്യുന്നതും വളരെ അനുകൂലമാണ് എന്ന് പറയുന്നു. ഈ സമയത്ത് നിങ്ങൾക്ക് കുട്ടികളുമായി ബന്ധപ്പെട്ട നല്ല വാർത്തകൾ ലഭിക്കുന്നതായിരിക്കും. അതേപോലെ തന്നെ ശത്രുക്കളുടെ ഉപദ്രവങ്ങളിലൂടെ നിങ്ങളുടെ മനോവീര്യം നഷ്ടപ്പെടും എന്നാണ് പറയുക. എങ്കിലും ഇപ്പോൾ ഇവിടെ തന്നെ പറയുകയാണെങ്കിൽ 4-ാം ഭാവം എന്ന് പറഞ്ഞാൽ വീട് പണിയൊക്കെ ചെയ്യുന്നതും അതേപോലെ തന്നെ മനഃപ്രയാസങ്ങൾ ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് ഗൃഹാരംഭം തുടങ്ങാം എന്നുള്ളതാണ് പറയുക. വീട് പണി, അതേപോലെ തന്നെ പുതിയ ജോലിക്ക് ശ്രമിക്കുന്നത്, സന്താനങ്ങളുടെ പഠന സംബന്ധപ്പെട്ട നിങ്ങൾക്ക് വളരെ അനുകൂലമായിരിക്കും. കാർഷിക മേഖലയുള്ളവർക്കും വളരെ അനുകൂലമായ സമയമാണ് എന്ന് പറയുന്നു. ദേഹത്തിനും ശരീരത്തിനും ചില പ്രയാസങ്ങളുണ്ടാവും. ദാമ്പത്യ കലഹങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതകളുണ്ട്. പങ്കാളികളുമായിട്ട് അല്ലെങ്കിൽ പങ്കാളിത്തപരമായിട്ട് നിങ്ങൾക്ക് അനുകൂലമായിരിക്കില്ല. സംശയങ്ങൾ വരുവാനുള്ള സാധ്യതകൾ കാണുന്നു. അതിലൂടെ പിരിഞ്ഞു താമസിക്കേണ്ടതായ യോഗം കൂടി കാണുന്നു എന്നാണ് പറയാം. ഇപ്പോൾ കഷ്ടങ്ങളും നഷ്ടങ്ങളൊക്കെ വരുന്ന ഒരു കാലഘട്ടമാണ് ഇപ്പോൾ നിങ്ങൾക്ക് എന്നുള്ളതാണ്. കൂടുതലായിട്ട് ശ്രദ്ധിക്കേണ്ടതായ ഒരു സമയം ആണ് ഇപ്പോൾ എന്നുള്ളതാണ് നമുക്കെടുത്ത് പറയേണ്ടതായ മറ്റൊരു കാര്യം. പൊതുവെ നമുക്ക് പറയാം സ്വജ്ജനങ്ങളുമായിട്ട് കലഹങ്ങളൊക്കെ ഉണ്ടാക്കുന്ന ഒരു സമയമാണ് എന്നുള്ളതാണ് ഇതിലെടുത്ത് പറയേണ്ടതായ മറ്റൊരു കാര്യം. ധനപരമായ ക്ലേശങ്ങൾ തുടരും. മനസ്സിനും അതേപോലെ തന്നെ വീട്ടിലും സ്വസ്ഥതകളൊക്കെ കുറയുന്ന ഒരു സമയമായിരിക്കും. വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ടതായ സാധ്യതകൾ കാണുന്നു. അതുമൂലം തന്നെ ശത്രുക്കളുടെ ഉപദ്രവം മൂലം നാട്ടിൽ താമസിക്കാൻ പറ്റാത്തൊരവസ്ഥകൾ വരിക. കടൻ പ്രശ്നത്തിലൂടെ തന്നെ നമുക്ക് ആത്മഹത്യ അങ്ങനെയൊക്കെ ചിന്തിക്കേണ്ടതായ സാധ്യതകൾ കൂടി നമുക്ക് പറയാം. വീടിന് അറ്റകുറ്റപ്പണികൾ നടത്താനും പറ്റുന്ന ഒരു അനുകൂലമാണ്. സത്കർമ്മങ്ങൾ ചെയ്യാനും പറ്റും. നിങ്ങളുടെ മുൻകോപം നിയന്ത്രിക്കണം എന്നുള്ളതാണ് പറയുക. അല്ലെങ്കിൽ ബന്ധുക്കൾ ശത്രുക്കളായി മാറുന്ന ഒരു സാധ്യതകൾ കൂടി കാണുന്നുണ്ട്. സ്ഥാനക്കയറ്റം അതുവഴി ആദരവ് ലഭിക്കുന്ന ഒരു സമയമാണ്. സഹോദരങ്ങൾക്ക് അഭിവൃദ്ധി ഉണ്ടാകുന്ന ഒരു കാലഘട്ടമാണ്. സ്ത്രീകളുടെ പ്രത്യേകിച്ച് മാതൃതുല്യരായവരുടെ താപം അതേപോലെ തന്നെ അവരുടെ എല്ലാ സന്തോഷം സമാധാനം എല്ലാം ലഭിക്കാനിടയുണ്ട്. സന്തോഷങ്ങൾ വന്നു ചേരും. ഗവൺമെൻറ്റുമായുള്ള കാര്യങ്ങളിൽ പരാജയം സംഭവിക്കാനുള്ള സാധ്യതകൾ കാണുന്നു. ശത്രുക്കളുടെ എതിർപ്പിൻ്റെ ശക്തി കൂടും. പ്രാർത്ഥനകൾക്ക് ഫലം കുറഞ്ഞെന്ന് വരാം. ത്വക്ക് സംബന്ധപ്പെട്ട രോഗങ്ങളും കഴുത്തിന് മുകളിലുള്ള അംഗങ്ങൾക്ക് രോഗപീഠകളും ഉണ്ടാകുന്ന ഒരു സാധ്യതകൾ കൂടി അതിലെടുത്ത് പറയേണ്ടത് മറ്റൊരു കാര്യമാണ്. ഈ 6-ാം ഭാവത്തിൽ വ്യാഴം നിൽക്കുക, ഗുരു നിൽക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്ക് ഇവിടെ തന്നെ പൊതുവേ നമ്മൾ കൂടുതലായിട്ട് ശ്രദ്ധിക്കണം. കഷ്ടങ്ങളൊക്കെ മാറണം എന്നുണ്ടെങ്കിൽ ഈശ്വര സേവനയാണ് ഇതിന് ഫലമുള്ളൂ. അതേപോലെ തന്നെ അന്നദാനം നടത്തുക, നിർദ്ധരായ ആളുകളെ നമ്മൾ സഹായിക്കുക, അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ദോഷത്തിൻ്റെ കാഠിന്യം കുറയ്ക്കാൻ പറ്റും. കുലദൈവത്തെ നിത്യവും തൊഴുകുക, അതേപോലെ തന്നെ വിളക്ക് വെച്ച് പ്രാർത്ഥിക്കുക. സന്ധ്യാനേരങ്ങളിൽ വിഷ്ണു സഹസ്രനാമം ലളിതാ സഹസ്രനാമം നിത്യവും ജപിക്കുക. സ്ത്രീകൾക്കാണെങ്കിലും പുരുഷന്മാർക്കാണെങ്കിലും ഈ പറഞ്ഞ പ്രയാസങ്ങൾ അനുഭവിക്കാനുള്ള സാധ്യതകൾ കൂടുതലായിട്ട് കാണുന്നുണ്ട്. അതേപോലെ തന്നെ വിഷ്ണു ക്ഷേത്രത്തിൽ പോയിട്ട് തുളസിമാല, പാൽപായസം, നെയ്ദീപം, അതേപോലെ തന്നെ ഐക്യമത്യ സൂക്തം കൊണ്ടും ഭാഗ്യസൂക്തം കൊണ്ടും പുരുഷ സൂക്തങ്ങൾ കൊണ്ടും അർച്ചന പുഷ്പാഞ്ജലി ചെയ്യുന്നതും ദോഷകാഠിന്യത്തെ കുറയ്ക്കും എന്നുള്ളതാണ് പറയുക. ജ്യോതിഷ സംബന്ധപ്പെട്ട സംശയങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടാം. നന്ദി, നമസ്കാരം.